നമ്മുടെ സ്ഥാപനത്തിന് ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആവശ്യമാണ് അല്ലേ? എന്നാൽ നമ്മുടെ സ്വന്തം ഭാഷയിൽ ബില്ലടിച്ച് വരുന്നൊരു സംവിധാനം, അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നൊരു കാര്യമാണ് ഈ കീബോർഡിൽ ടൈപ്പ് ചെയ്യണം ഇല്ലേ? നമ്മുടെ മലയാളം ലാംഗ്വേജ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മൾ പറയുന്ന ഭാഷ മലയാളം കമ്പ്യൂട്ടർ, അതായത് ബില്ലിംഗ് സോഫ്റ്റ്വെയർ അതേപടി മലയാളത്തിൽ എഴുതി തന്നാലോ? എങ്ങനെ ഉണ്ടാവും ടെക്നോളജി? അതൊന്ന് കണ്ടു നോക്കിയാലോ നമുക്ക്? അത് മലയാളത്തിൽ പ്രിൻ്റ് അടിച്ച് നോക്കാം നമുക്ക്. വളരെ സിമ്പിളാണ്. ഇത് റെയിൻടെക് ഹൈപ്പർ മാർക്കറ്റ് എഡിഷൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇതിനകത്ത് നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം, അതിനുശേഷം ഒന്ന് ബില്ല് ചെയ്ത് നോക്കാം. അപ്പം പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ പ്രൊഡക്റ്റ് ആഡെന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഉണ്ടോ? ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനായിട്ട് ആഡ് പ്രൊഡക്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ F1 എന്ന് പറഞ്ഞ F7 എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ പേര് എഴുതണം അല്ലേ? പേര് എഴുതണമെങ്കിൽ നമുക്ക് സാധാരണ എന്താ ചെയ്യണം? നമ്മളിപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യും മാംഗോ സംതിങ് ലൈക്ക് ദാറ്റ്. അത് പക്ഷേ നമുക്കിത് മലയാളത്തിൽ എഴുതി വരണം. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ നമുക്ക് മലയാളത്തിൽ പേര് വരണം, എങ്കിൽ മാത്രമേ അത് പ്രിന്റിലും വരുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യാം? നമുക്കിവിടെ ഒരു ഓപ്ഷനുണ്ട്. ഇവിടെ സെർച്ച് ചെയ്യാം മലയാളം, ഇന്ത്യൻ മലയാളം സെലക്ട് ചെയ്തു. സ്പീച്ച് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. ഞാൻ ആദ്യം ഏത് പേര് ആഡ് ചെയ്യണം? നമ്മുടെ തേങ്ങ ആഡ് ചെയ്യാം. തേങ്ങ. വന്നില്ലേ? തേങ്ങ കണ്ടില്ലേ? ബ്യൂട്ടിഫുൾ. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള സംഗതികളൊക്കെ ആഡ് ചെയ്ത് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സാധാരണക്ക് അറിയാമല്ലോ. ഈ പ്രൈസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തേങ്ങയ്ക്ക് കിലോ ആണെങ്കിൽ കിലോയ്ക്ക് ഇപ്പോൾ എത്ര? 60 രൂപ. നമ്മൾ പർച്ചേസ് ചെയ്തത് 50 രൂപയ്ക്കാണെന്ന് വെച്ചോ. 50 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. MRP 60 രൂപ, റീറ്റെയിൽ പ്രൈസ് 55 രൂപ, അങ്ങനെ ഹോൾസെയിൽ പ്രൈസ് 54 രൂപ. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മുടെ ഒരു 1000 kg ഉണ്ട്. മിനിമം സ്റ്റോക്ക്, അതായത് സ്റ്റോക്ക് അലേർട്ട് തരുന്നൊരു ഓപ്ഷനാണത്. ഇതിനകത്ത് നമുക്ക് KGസിൽ തന്നെ ഇട്ട് കളയാം. ഓക്കെ. GST വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ GST നമുക്ക് 0 എന്ന് പറഞ്ഞ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ GST ഒരു 6% ഇട്ടു. ഇനി നമുക്കിത് തേങ്ങയാണല്ലോ സേവ് ചെയ്തുള്ളൂ. ഇവിടെ സേവ് ബട്ടൺ ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ഇവനെ അങ്ങോട്ട് സേവ് ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് കസ്റ്റമർക്ക് ബില്ല് അടിച്ചു കൊടുക്കണം അല്ലേ? അതിനുവേണ്ടി നമുക്ക് പ്രിൻ്റർ ഇവിടെ ഉണ്ട്. നമ്മളിവിടെ സെയിൽ പാനൽ എടുക്കുന്നു. സെയിൽ പാനൽ എടുത്തിട്ട് ഇവിടെ നമുക്ക് ക്യാഷ് കസ്റ്റമറാണ്, അത് കൗണ്ടർ സെയിൽ ആണെങ്കിൽ കൗണ്ടർ സെയിൽ എന്ന് പറഞ്ഞ് ആഡ് ചെയ്തു. ഇവിടെ ഈ F10 കുത്തി നമുക്ക് ആ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബാർകോഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബാർകോഡ് വെച്ച് സ്കാൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ F10 ക്ലിക്ക് ചെയ്തു. ഷോ ഓൾ പ്രൊഡക്ട്സിൽ എടുത്തിട്ട് നമുക്കിങ്ങനെ തേങ്ങാന്ന് എടുക്കാം കേട്ടോ. ഞാൻ മുമ്പേ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തായിരുന്നു, പച്ചമുളക്. കാണിച്ചു തരാം. ഇതുണ്ട്, അതുകൂടി ആഡ് ചെയ്ത് കളയാം. പച്ചമുളക്. ഓക്കെ, 2 പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നു. ഇനി നമുക്കിത് സേവ് ആൻഡ് പ്രിൻ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് ആഡ് ടു കാർട്ട് കൊടുത്തു ഞാനിവിടെ. അതിനുശേഷം ഇവിടെ സേവ് ആൻഡ് പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നേരെ കുത്തി കൊടുക്കുക. യെസ്. ഇനി വരുന്ന പ്രിൻ്റ് കൂടി ഒന്ന് കണ്ടു കളയുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടും. ഇത് കാണാൻ സാധിക്കുന്നുണ്ടോ? ഫോക്കസ്. കണ്ടില്ലേ? മലയാളത്തിൽ പ്രിൻ്റ് എഴുതി വരും. കണ്ടില്ലേ? ഇവിടെ കണ്ടില്ലേ? മലയാളത്തിൽ അതുപോലെ തന്നെ എഴുതി വരും. ഇനിയിപ്പം എൻ്റെയർ ബിൽ ഫോർമാറ്റ് മലയാളത്തിലാക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ചില സംഗതികളൊക്കെ ഇപ്പോൾ ഇൻവോയ്സ് നമ്പറിനൊക്കെ എന്ത് മലയാളം എഴുതാന് അല്ലേ? രസീത് നമ്പറിനൊക്കെ എഴുതേണ്ടി വരും അല്ലേ? അങ്ങനെയൊക്കെ ഉള്ളൊരു സംവിധാനം ഇതുണ്ട്. നമുക്ക് ചിലപ്പോൾ ചില മലയാളം ഇംഗ്ലീഷ് വാക്ക് മലയാളത്തിലാക്കി അത് കേട്ടാൽ പോലും നമുക്ക് തന്നെ മനസ്സിലാകത്തുള്ള ഒരു സ്ഥിതിവിശേഷമൊക്കെ വരും. മനസ്സിലായി? നിങ്ങളിത് കണ്ടല്ലോ അല്ലേ? ഇതിപ്പോൾ തേങ്ങാന്ന് എഴുതിയത് കണ്ടല്ലോ. തേങ്ങാന്ന് തന്നെ എഴുതി വന്നില്ലേ? പച്ചമുളക്. അതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഇട്ട് വളരെ ഈസിയായി, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വരും. പിന്നെ ഇതൊരു ചെറിയ രീതിയിലുള്ള ബില്ല് ഫോർമാറ്റാണ്. ചില ആൾക്കാർക്ക് ചെറിയ ബില്ലുകളാണ് ഇഷ്ടം. ചില ആൾക്കാർക്ക് വലിയ ലോങ് ബില്ല് വേണം. നമ്മുടെ ഈ ചില സ്ഥാപനങ്ങൾക്കൊക്കെ കാണാമല്ലോ വലിയ ലോങ് ബില്ല്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. വെറുതെ ഇതിൻ്റെ പേപ്പർ ഇത്രയും വേസ്റ്റ് ആക്കണം. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് ബ്യൂട്ടിഫുൾ ഓപ്ഷൻ. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു രീതി കൂടി ഉണ്ട് അതിനകത്ത്. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഏതെങ്കിലും ആൾക്കാർ സാധനം മേടിക്കുമ്പോൾ നിങ്ങൾ മലയാളത്തിൽ പ്രിൻ്റ് ചെയ്ത് കൊടുത്തു നോക്കിയേ. വീട്ടുകാരാണെങ്കിൽ എല്ലാവർക്കും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നമ്പർ 1, അവർക്ക് നിങ്ങളോടുള്ള സ്ഥാപനത്തോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു നല്ല ബേസ് കൂടിയായത്. നിങ്ങളിപ്പോൾ ഇംഗ്ലീഷിൽ വലിയ രീതിയിൽ ബില്ലടിച്ച് കഴിഞ്ഞാൽ ഇതാരും നോക്കുന്നില്ല, ചുട്ട് കൂടി ഇതിനകത്തുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ തേങ്ങയെന്ന് വായിച്ചു, അതിൻ്റെ പ്രൈസ് വായിച്ചു, അതവർ മൈൻഡ് നിൽക്കും. നമ്മൾ മലയാളത്തിൽ വായിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഓർത്തിരിക്കാറുണ്ട്. ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് അത്രയ്ക്ക് അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളികളായതുകൊണ്ട് അല്ലേ?
ഈ ഒരു സംഗതി നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിൻ്റെ ബിസിനസ് ഇമ്പ്രൂവ്മെൻറ്റിനായിട്ട് വളരെയധികം യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നോളജിയാണ് RAINTECH, यानी हाइपर मार्केट एडिशन बिलिंग सॉफ्टवेयर. Beautiful, user friendly software. Thank you so much for watching this video. Thank you. Bye bye.